ഹായ് മക്കൾസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമുക്കൊരു ഉലുവക്കഞ്ഞി കുടിച്ചാലോ? നല്ല പെരുത്ത മഴയാ, പോരാത്തിന് കർക്കിടകവും. അപ്പൊ ഉലുവക്കഞ്ഞി നമുക്ക് മിസ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാനും എന്തായാലും ഒരു ഉലുവക്കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യം എടുത്തിരിക്കുന്നത് നവരരി കേട്ടോ, ഒരു കൈപ്പിടി നവരരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഉലുവ ഇല്ലാതെ എന്ത് ഉലുവക്കഞ്ഞി അല്ലേ? ഒരു കൈപ്പിടി ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ചെറുപയറാട്ടോ. ചെറുപയർ ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൈപ്പിടി എന്താ നിങ്ങൾ വിചാരിക്കും. ഇതൊക്കെ ഏകദേശം ഒരു കൈപ്പിടി എടുത്ത എന്താ വെച്ചാൽ അത്രയും ഇവിടെ എല്ലാവരും ഉലുവക്കഞ്ഞി കുടിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതന്നെ കുതിർന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഒക്കെ ഒരു കൈപ്പിടി എടുക്കുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഉലുവക്കഞ്ഞി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് സാധനം ഉണ്ടാവും ഇവിടെ. അപ്പൊ ഇതെല്ലാം കൂടി എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ഇതിപ്പോ രാത്രിത്തെ വീഡിയോ ആണ്. രാത്രി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് അമ്മ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുക. അങ്ങനെയാണ് ഇവിടെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഓരോ സ്ഥലത്ത് ഓരോരോ മോഡലിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. മോഡൽ മീൻസ് അതിലിടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയല്ല ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന രീതി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിടാനുള്ള മെയിൻ കാരണം കേട്ടോ. ഇപ്പൊ ഏകദേശം നമ്മളെ രാവിലെ ഇതാണ് കേട്ടോ ഇപ്പൊ അവസ്ഥ. എന്നിട്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച സാധനം ആയതുകൊണ്ട് ഇനി നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല. ഇത് നേരെ എടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് തട്ടിയാൽ മാത്രം മതി കേട്ടോ. ഞാൻ ഉലുവക്കഞ്ഞി വെക്കുന്ന സമയത്ത് ഞാൻ രാത്രി കുക്കറിൽ ഇട്ടിട്ട് വിസിൽ അടുപ്പിച്ചിട്ട് അവിടെ അങ്ങനെ തന്നെ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് രാവിലെ എടുത്തിട്ടാട്ടോ ഞാൻ കഞ്ഞി കുടിക്കുക സാധാരണ. അമ്മ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരമാണ് അമ്മ കഞ്ഞി ഉണ്ടാക്കുക. അങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസിൽ അടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെ വേവിനനുസരിച്ച് ഇങ്ങനെ ചെറുപയറും ഇതൊക്കെ ഇടുന്നതുകൊണ്ട് മനസ്സിലാവില്ല എത്ര വിസിൽ വേണ്ടി വരുന്നു. ഓരോ കുക്കറിനനുസരിച്ചിട്ടാണല്ലോ വിസിൽ. അപ്പൊ ഒരു 4-5 വിസിലൊക്കെ വന്നതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ശർക്കര കലക്കിയാണ് കേട്ടോ. ശർക്കര ഞാൻ ഉലുവക്കഞ്ഞി വെക്കുമ്പോൾ ശർക്കര ഇതേമാതിരി കലക്കിയില്ല, നേരെ അതിൻ്റെ അകത്തേക്ക്, നമുക്ക് എപ്പോഴും എളുപ്പപ്പണിയാണല്ലോ, ശർക്കര എടുത്ത് നേരെ അതിലേക്ക് തട്ട് കേട്ടോ. എന്നിട്ട് അത് നല്ല തിളയ്ക്കുമ്പോഴത്തേക്ക് അതൊക്കെ എന്തായാലും അമ്മ വെക്കുമ്പോൾ അതങ്ങനെ ശർക്കര ഇങ്ങനെ ആവശ്യത്തിന് കലിക്കും. അമ്മയ്ക്ക് ഓവർ മധുരം അധികം പറ്റാത്തതുകൊണ്ട് കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരകിയിട്ട് ഇതിലേക്ക് ഇട്ടുക. ഇതൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി അതിൽ കുറച്ച് കുറയും, അത്ര തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊക്കെ തേങ്ങയൊക്കെ പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാലോ. പിന്നെ അതിന് ശേഷം ഇട്ടിരിക്കുന്നത് ജീരകം കേട്ടോ. ചെറിയ ജീരകല്ലേ, നല്ല ജീരകം നല്ലോണം പൊടിച്ചിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വയറിൽ ഗ്യാസ് ഒന്നും വരാതെ നിൽക്കാനാണ് ഈ നല്ല ജീരകം ഇടുന്നത്. അങ്ങനെ നല്ല ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കലിച്ചു വെച്ച ശർക്കര ഇല്ലേ, ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ നമ്മളെ ഉലുവക്കഞ്ഞി റെഡി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ?